ആനക്കൂവ, ചണ്ണക്കൂവ, വെൺകൊറ്റം, മലവയമ്പ് എന്നൊക്കെ പറയുന്ന കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് ഒരുപാടിടത്ത് റോഡുകളിൽ കൂടിയും തോടുകളിൽ കൂടിയും ഒക്കെ തന്നെ കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇതിന് വേറെയും ഒരു രസകരമായ പേരുണ്ട്. ഈ ഏരിയയിൽ ഇതിന് വിളിച്ചുകൊണ്ടിരുന്നത് കൊളക്കോഴിത്തണ്ട് എന്നാണ്. കൊളക്കോഴിയുടെ കാല് പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ഇതിനെ കൊളക്കോഴിത്തണ്ടെന്ന് വിളിച്ചത്. എന്താണേലും ഇതൊരു കാട്ടുചെടിയായിട്ട് ആരും തള്ളിക്കളയണ്ട. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് മെഡിസിൻ യൂസേജ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരുപാടിടത്ത് ഇതിനെ കണ്ടുവരുന്നതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഒരുപാട് പേരുകളുണ്ട്. പല സ്റ്റേറ്റ്സിലും പല പേരുകളാണ് ഇതിന്. ഹിന്ദിയിൽ കെയ്യുകന്ത്, കുഷ്ട, തമിഴിൽ കോസ്തം, വെൺകോസ്തം, സംസ്കൃതത്തിൽ പുഷ്കർമുല്ല, കെമുക, തെലുങ്കുവിൽ കാശ്മീരാമു, കോസ്താമു. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇന്ത്യയിലുള്ള പേരുകൾ. ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര് ക്രേപ്പ് ജിഞ്ചർ, സ്പൈറൽ ജിഞ്ചർ, കെയിൻ റീഡ്, വൈൽഡ് ജിഞ്ചർ എന്നൊക്കെയാണ്. കോസ്റ്റേഷ്യ ഫാമിലിയിൽപ്പെട്ടതാണ്. ഇതിൻ്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ചെലിയോകോസ്റ്റസ് സ്പീഷിയോസസ്. ഇതിൻ്റെ തന്നെ സിനോണിമാണ് കോസ്റ്റസ് സ്പീഷിയോസസും ഹെലനിയ സ്പീഷിയോസസ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ പേരുകളും ഒരേ പ്ലാന്റിലേക്ക് തന്നെയാണ് കൈകൊണ്ടുന്നത്. ഈ ചെടിക്ക് ഇതേവരെ ഫ്രൂട്ട്സ് ഉണ്ടായി കണ്ടിട്ടില്ല. എന്നാലും കിട്ടിയേക്കുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് ഇതിൻ്റെ ഫ്രൂട്ട് ഒരു 1.5 സെന്റിമീറ്റർ വരുന്ന ചുവന്ന ചെറിയ ക്യാപ്സ്യൂൾ പോലെ ഇരിക്കും. അങ്ങനെ നല്ല സോഫ്റ്റ് ഫ്രൂട്ട് അല്ല, കുറച്ചുകൂടെ നട്ടി വുഡി സ്ട്രക്ചർ ആണ്. അതിൻ്റെ ഉള്ളിലായിട്ടൊരു വെളുത്ത ഫ്ലഷി പൾപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സീഡ് എന്ന് പറയുന്നത് ഗ്ലോസി ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ ആണ്. ഞാൻ ഇതേവരെ ഇതിൻ്റെ അകത്തൊരു സീഡ് കണ്ടിട്ടില്ല. ഇതിൻ്റെ ഫ്രൂട്ടിന് ഒരു മൈൽഡ് സ്വീറ്റ് ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ചില ഏരിയയിൽ ഇത് സാലഡ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ചിലയിടത്ത് ഇത് വൈഡ്ലി കൺസ്യൂംഡ് അല്ല എന്നും പറയുന്നുണ്ട്. എഡിബിൾ അല്ല എന്ന് എവിടെയും തന്നെ പറയുന്നില്ല. എന്നാലും ഞാനത് കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. ഇനി ഇതിൻ്റെ ഒരു പ്ലാന്റ് ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ മണ്ണിൽ നിന്ന് വളരെ എറക്റ്റ് ആയിട്ട് പല സ്റ്റെംസ് ആയിട്ടാണ് ഇത് വളരുന്നത്. ഒരു 2 to 3 മീറ്റർ വരെയാണ് ഇത് മാക്സിമം വളരുള്ളൂ. ഇനി ഇതിൻ്റെ ഇലകൾ പറയുകയാണെങ്കിൽ ഈ തണ്ടിൽ തന്നെ വളരെ സ്പൈറലി ആണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ ഇലകൾ അറേഞ്ച് ചെയ്ത് പോയേക്കണത് ഈ ലൈറ്റ് ഹൗസിൻ്റെ ഒരു സ്പൈറൽ സ്റ്റെപ്സ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കണ പോലെ. ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാക്കനാട് റോഡ് സൈഡിൽ ഇരിക്കുന്ന ചെടികളാണ് കാണിച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ പച്ച തണ്ട് പോലെ ചുവന്ന തണ്ട് വരെയുള്ള ചെടികളുണ്ട്. അതിൻ്റെ അകത്ത് ചില ചെടികൾ പച്ചയിൽ നിന്ന് ചുവപ്പിലേക്കുള്ള ട്രാൻസിഷൻ്റെ ഒരു ഫേസിലാണ്. അത് ഈ ചെടിയുടെ തന്നെ പല വേരിയേഷൻസ് ആണോ അതോ എല്ലാം തന്നെയും ആ ഒരു ട്രാൻസിഷൻ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി ഇതിൻ്റെ ഫ്ലവേഴ്സ് പറയുകയാണെങ്കിൽ അതും തുടക്കത്തിൽ തന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലവേഴ്സ് നല്ല വെള്ള ട്രംപറ്റ് പോലെ ഇരിക്കുന്ന ഫ്ലവേഴ്സാണ്. സെൻറ്ററിൽ ആയിട്ട് യെല്ലോ കളറാണ് അതിനുള്ളത്. മുട്ടുകൾക്കാണെങ്കിൽ ഒരു ലൈറ്റ് പിങ്കിഷ് കളറാണ്. ഈ പൂക്കൾ ഈ ചെടിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നത് വളരെ രസകരമായിട്ടാണ്. അതായത് ഈ എല്ലാ തണ്ടിൻ്റെയും ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ബൊക്കെ പോലെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു പൈൻ കോൺ പോലെ എന്നും പറയാം. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ബ്രാക്കറ്റ്സ് പോലെയുണ്ട്. ആ ബ്രാക്കറ്റ്സിലാണ് ഈ പൂക്കൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിൻ്റെ മുട്ടുകൾ കാണാം. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ പൂക്കളും കാണാം. അതായത് ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലുള്ള ഈ ഒരു ബൊക്കെ ടൈപ്പ് ഓഫ് സ്ട്രക്ചറിലാണ് പൂ വിരിയുന്നത്. അപ്പോൾ മൊത്തത്തിൽ പൂവൊക്കെ വിരിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതൊരു ബൊക്കെ പോലെ തന്നെ തോന്നും. ഇതിൻ്റെ ഫ്രൂട്ട്സ് ഈ പറഞ്ഞ സ്ട്രക്ചറിൻ്റെ ഉള്ളിലായിട്ടാണ്, ഈ ഓരോ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ഞാനത് നോക്കിയിട്ടില്ല. ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഈ ബ്രാക്കറ്റ്സിന് തുടക്കത്തിലുള്ള ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച കളറാണ്. അതിൻ്റെ മുകളിലായിട്ടൊരു മഞ്ഞ കളറായിട്ടും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നല്ല കട്ടി ചുവപ്പ് കളറിലാണ് ഇതിൻ്റെ നടുക്കാണെങ്കിൽ പച്ച കളറും ഉണ്ട്. അപ്പോൾ ഈ സ്റ്റെം പോലെ തന്നെ ഇതിനും ആ ഒരു കളർ ട്രാൻസിഷൻ വരുന്നതാണ് എന്ന് തോന്നുന്നു. ഇനി ഇതിൻ്റെ കിഴങ്ങുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല മെഡിക്കേറ്റഡ് ആയിട്ട് നല്ല സുഗന്ധമുള്ള നല്ല കട്ടിയായിട്ട് നല്ല വലിയ കട്ടിക്ക് ഇരിക്കുന്ന കിഴങ്ങുകളാണ്. ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ കേരളത്തിൽ വളരെ സ്യൂട്ടബിൾ ക്ലൈമറ്റ് ആണ്. ഇത് ഒരുപാട് ഇടങ്ങളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കെയർ ഒന്നും വേണ്ട, തന്നെത്താനെ ഇത് വളർന്നോളൂ. ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഹ്യൂമിഡ് സോൺസിലാണ് കൂടുതലായിട്ടും ഇത് വളരുന്നത്. സോയിലാണെങ്കിൽ ഒരു ഫെർട്ടൈൽ, വെൽ ഡ്രെയിൻഡ്, ലൈറ്റ്ലി ആസിഡിക് ആയിട്ടുള്ള സോയിലാണ് ഇതിന് ഏറ്റവും ഉത്തമം. ലൈറ്റ് പാർഷ്യൽ ഷെയ്ഡോ അല്ലെങ്കിൽ ഫിൽറ്റേർഡ് ലൈറ്റോ ആണ് നല്ലത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ പൊള്ളി. വാട്ടറിങ് പറയുകയാണെങ്കിൽ റെഗുലർ മോയ്സ്ചർ ഉള്ളതാണ് നല്ലത്. വാട്ടർ ക്ലോഗിങ് പാടില്ല, ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പ്രൊപ്പഗേഷൻ കിഴങ്ങ് വഴിയും കായ വഴിയുമാണ്. ഇനി ഇതിൻ്റെ ഒരു ഫ്ലവറിങ് സീസൺ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് ടു ഒക്ടോബർ ടൈമിലാണ്. അതായത് പോസ്റ്റ് മൺസൂൺ സീസണിലാണ് ഇതിൻ്റെ അകത്ത് പൂവൊക്കെ വിരിയുന്നത്. ഈ ചെടിയുടെ നേറ്റീവ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യ, ശ്രീലങ്ക, മലേഷ്യ, തായ്ലാൻഡ്, വിയറ്റ്നാം, ഫിലിപ്പൈൻസ്, നോർത്തേൺ ഓസ്ട്രേലിയ ഈ ഏരിയാസൊക്കെ തന്നെ ഇതിൻ്റെ നേറ്റീവ് ആണെന്നാണ് പൊതുവെ പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സും മെഡിസിനൽ യൂസേജിലേക്കും വരാം. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ കിഴങ്ങ് വെച്ചിട്ടുള്ള കഷായവും പൗഡറും പനി, റാഷ്, ആസ്മ, ബ്രോങ്കൈറ്റിസ് എന്നിവയ്ക്കൊക്കെ നല്ലതാണ്. ഇതിൻ്റെ കിഴങ്ങിൻ്റെ തന്നെ എക്സ്ട്രാക്ട്സും ജ്യൂസും ആണെങ്കിൽ ലിവർ ഇൻഫ്ലമേഷൻസിനും ഡയബറ്റീസിനും ഒക്കെ നല്ലതാണ്. ഇതിൻ്റെ വേരുകളും കറയും നമ്മുടെ തൊലിപ്പുറത്തൊക്കെ തേക്കാനുള്ള പേസ്റ്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഉള്ളിലേക്ക് എടുക്കാനുള്ള മരുന്നുകൾ ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വിരയെ നീക്കം ചെയ്യാനും സ്കിൻ ഇൻഫെക്ഷൻസിനുമാണ്. ഇതിൻ്റെ തണ്ട് വെച്ചുള്ള ഫ്രഷ് ജ്യൂസ് അതിസാരം, വയറുകടി എന്ന് പറയുന്ന ഡിസെൻട്രിക്കും ഡയറിയയ്ക്കും അതായത് വയറിളക്കത്തിനും നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസിന് ഇതിൻ്റെ വേര് വെച്ചുണ്ടാക്കിയ കഷായം
അത്രയും നല്ലതാണെന്നും പറയുന്നത്. ആസാമിൽ ഒരു ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് ആയിട്ട് ഫെർട്ടിലിറ്റി കൺട്രോൾ ചെയ്യാനും ഇതിന്റെ കിഴങ്ങുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഒരു ടോക്സിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ജനറലി നോൺ ടോക്സിക് ആണ്, സേഫ് ഫോർ യൂസേജ് ആണ്. പക്ഷെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ചില വേറെ വെറൈറ്റീസ് ടോക്സിക് ആണ് എന്നും പറയുന്നുണ്ട്. അതായത് നിങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ വേണം. അതായത് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയുർവേദ സ്പെഷ്യലിസ്റ്റ് ഒക്കെ ആയിട്ടൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. ഇനി ഇതിന്റെ ഒരു ഫൈറ്റോ കെമിക്കൽ കോമ്പോസിഷൻസിലേക്ക് ഒന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഒരു കിഴങ്ങും പിന്നെ വേരുകളും ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഡയാസ്ജനിൻ, കുർക്കുമിനോയിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഡയോസിൻ, ഗ്രേസിലിൻ എന്ന് പറഞ്ഞ സാപ്പണിൻസ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ബീറ്റ സൈറ്റോസ്റ്റെറോൾ, സ്റ്റിഗ്മസ്റ്റനോൾ പോലെയുള്ള സ്റ്റെറോൾസ് അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ കുറെ ആന്റി ഓക്സിഡൻസും ഉണ്ട്. അതായത് അസ്കോർബിക് ആസിഡ്, ബീറ്റ കാരോട്ടീൻ, ഗ്ലൂട്ടാത്തിയോൺ, ഫിനോൾസ്, ഫ്ലേവനോയിഡ്സ് എന്നിങ്ങനെ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഇതിന്റെ അകത്തുണ്ട്. പിന്നെ ഇതിന്റെ സീഡ്സ്, അതായത് കായലാണെങ്കിൽ നോവൽ ക്യുനോൺസും ടോക്കോഫെറോൾ ഡെറിവേറ്റീവ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ കേരളത്തിൽ ആയുർവേദത്തിൽ പുഷ്കർമുല എന്നറിയപ്പെടുന്ന ഒരു മരുന്ന് ചെടിയാണ്. റെസ്പിറേറ്ററി ആൻഡ് ഡൈജസ്റ്റീവ് എയിൽമെന്റ്സിലുള്ള ഫോർമുലേഷൻസിലാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്തു വരുന്നത്. ഇനി മലൈ ട്രഡീഷണലാണെങ്കിൽ ദുരാത്മാക്കളെ നീക്കം ചെയ്യാനും അതുപോലെ തന്നെ വലിയ പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല ടെമ്പറേച്ചർ കൂടിയ പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റാനുള്ള മെഡിസിൻസ് ആയിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. മീസോ മെഡിസിൻസിൽ യൂറിനറി ആൻഡ് കിഡ്നി ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യാനായിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതിന്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ നോട്ടോക്രിപ്റ്റ കൾവിഫാസിയ എന്ന് പറഞ്ഞ ഒരു ബട്ടർഫ്ലൈസിന്റെ കാറ്റർപില്ലേഴ്സിന്റെ ഹോസ്റ്റ് പ്ലാന്റ് ആണ്. പിന്നെ പൂമ്പാറ്റകൾ, ഉറുമ്പുകൾ, തേനീച്ചകൾ പോലുള്ള പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ ഒരുപാട് മെഡിസിനൽ യൂസേജും വളരെ പ്രത്യേകതകളും ഉള്ള ഒരു ചെടി ആയതുകൊണ്ട് ഇതൊരു അലങ്കാര ചെടിയായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്, ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ കേരളത്തിൽ ഇതിന് ഒട്ടും പരിചരണവും വേണം. അതായത് ഡെഫിനറ്റ് ആയിട്ടും ഇത് നിങ്ങളുടെ ഗാർഡൻസിലേക്ക് ഒരു ആഡ് ഓൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന ഇൻഫർമേഷൻ ഒക്കെ തന്നെ യൂസ്ഫുൾ ആണെന്നും ഇഷ്ടപ്പെട്ടെന്നും കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.